നമസ്കാരം, ഞാൻ നോനു. ഞാൻ റീസെൻ്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്നൊരു PhD കഴിഞ്ഞപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ R&D സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UK-യിലാണ് ഞാനിപ്പോൾ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സീരീസിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മളൊരു PhD-യിലേക്ക് എത്താം, എങ്ങനെ നമ്മൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു PhD ചെയ്യാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ PhD കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ PhD-യുടെ ഒപ്പം നമ്മൾ എങ്ങനെ നമ്മളെ പ്രിപ്പയർ ചെയ്യണം, നല്ലൊരു സയൻറ്റിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ നല്ലൊരു ലെക്ചറർ ആവാൻ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൻ്റെ പ്രധാന ഉദ്ദേശമായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു PhD ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ ഒരു PhD മുമ്പത്തെ പോലെ അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരു PhD അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് വാല്യൂ ചെയ്തിരുന്നു. സൊസൈറ്റി ആയാലും ഒരു ഹയർ അക്കാഡമിക് ഗ്രേഡിലേക്ക് ആയാലും PhD വാല്യൂ ചെയ്തിരുന്ന പോലെ ഇന്ന് നമ്മളുടെ PhD വാല്യൂ ചെയ്യപ്പെടുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ഇസ് വർത്ത് ഡൂയിങ് എ PhD ഇൻ 2025, അതാണ് നമ്മളുടെ ഒരു സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമുക്ക് ഒരു PhD ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കേസ്, അതായത് ഇപ്പോൾ എല്ലാവർക്കും പുറത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളോട് പുറത്ത് പോകാൻ പറ്റാത്തവരുണ്ടാവാം. എല്ലാവർക്കും നാട്ടിൽ തന്നെ നല്ലൊരു കരിയർ പെർസ്യൂ ചെയ്യണം. ഈ ഹയർ അക്കാഡമിക് ഗ്രേഡിലോ അല്ലെങ്കിൽ റിസർച്ച് ഹൈടെക് റിസർച്ച് ലബോറട്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന നല്ല പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ പുറത്ത് പോയി PhD ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോയി നല്ല ഒരു സ്കോളർഷിപ്പോടുകൂടി പഠിക്കണം, അല്ലെങ്കിൽ പുറത്ത് നല്ല ഒരു കമ്പനിയിൽ ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഹൈ എൻഡ് ജോലികൾ ചെയ്യണം എന്നുള്ള ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ കരിയറിനെ പറ്റിയിട്ട് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ഒരു ഭയങ്കര വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയാണോ പോകുന്നതെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ എന്ത് കരിയറിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസൈഡഡ് അല്ല എങ്കിൽ, ഇപ്പോൾ PhD എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ പോയിന്റ്, അതൊരു ഇന്നായാലും മുൻപായാലും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ക്വാളിറ്റി ഉള്ളൊരു PhD ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ല. നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണ്. ഇപ്പോൾ ലോകത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ UK US സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, അത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ള വലിയൊരു വിഭാഗമാണ്. അതായത് 100 PhD സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 70% ആളും ഇതിലേതെങ്കിലും ഒരു മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരായിരിക്കാം എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അത് നമ്മൾ എന്താ പറയുക, സർവേകളിൽ കൂടെയൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കാം, ചിലപ്പോൾ അതിലും കുറവായിരിക്കാം. പക്ഷേ നമ്മൾ PhD ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും PhD. ഞാൻ എൻ്റെ PhD ഇപ്പോൾ PhD റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണിയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം PhDക്ക് നമ്മൾ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളത് ഫസ്റ്റ് ചോദ്യം. നമ്മൾ അത്രയ്ക്ക് സ്ട്രെസ് എടുക്കാൻ തയ്യാറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷത്തെ PhD ആണ് ഇപ്പോൾ UK-ലൊക്കെ ഒരു ആവറേജ് ഇയർ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 5 വർഷം മുതൽ 7 വർഷം 8 വർഷം വരെയൊക്കെ പോകാം. US-ലൊക്കെ ആണെങ്കിൽ 5 തൊട്ട് 7 വരെ ആവാം. യൂറോപ്പിലാണെങ്കിൽ ഒരു 3 തൊട്ട് 4 വരെ, ഓസ്ട്രേലിയ 4 വർഷം, അങ്ങനെയൊക്കെയാണ് ഒരു ആവറേജ് കണക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 4 വർഷം നമ്മൾ സ്വയം അല്ലെങ്കിൽ നമ്മളെ ഒരു ജോലി എന്നുള്ള രീതിയിലല്ല ഒരു PhD സ്റ്റുഡൻ്റ്, ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ ഒരു ആവറേജ് ഏജ് PhDയുടെ പറയുകയാണെങ്കിൽ ഒരു 25 എബോവ് ആയിരിക്കും. കാരണം നമ്മളുടെ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ ലോങ് ആയിരിക്കും. ഇപ്പോൾ UK-ലൊക്കെയുള്ള നാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ ഒരു PhDയിലേക്ക് കയറും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിരുന്നില്ല ഒരു PhD പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് PhDക്ക് വരുന്ന കുറേ ആൾക്കാരുടെ കാര്യം. എനിവേ, അപ്പം അത്രയും ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷക്കാലം സമയം നമ്മൾ ഇത്ര സ്ട്രെസ് എടുത്ത് നമ്മൾ സൊസൈറ്റിയിലായാലും നമ്മളുടെ ഫാമിലിയിലായാലും ഒക്കെ
ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരിടേണ്ടി വരും. ജോലി ആയില്ലേ മോനെ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള സ്ട്രെസ്സുകൾ, കോമൺ ജനറൽ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മൾ എടുക്കാൻ തയ്യാറാണോ? പിന്നെ PhD കഴിഞ്ഞാൽ PhD തുടങ്ങുന്ന ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഭയങ്കര രസമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. കുറച്ച് വായിക്കുക, അതുപോലെ തന്നെ ചെറുതായിട്ട് ലാബിൽ നമ്മൾ ഫെമിലിയറൈസ് ചെയ്യുക. അങ്ങനെ നോർമലി സയൻസ് PhD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഫസ്റ്റ് ഇയർ നമ്മളുടെ അസസ്മെൻ്റൊക്കെ ചിലപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ കടന്നു പോകും. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് പതുക്കെ പ്രഷറൊക്കെ അനുഭവിച്ചു തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ പബ്ലിഷ് ചെയ്യണം, ഇനി ആകെ കൂടെ 1.5 വർഷം കൂടെ അല്ലെങ്കിൽ 2 വർഷം കൂടെ ഫണ്ടിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ടിങ് ഇല്ലാണ്ട് ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുമോ, പേപ്പർ പബ്ലിഷ് ആവില്ലേ, ഇതിനുള്ളിൽ റിജക്ഷൻസ് മാത്രമാണ് വരണമെന്നുണ്ടെങ്കിൽ ഇനി ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും എനിക്കൊരു ജോലി കണ്ടെത്താൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രഷറുകൾ, പബ്ലിക്കേഷൻ്റെ പ്രഷർ, ജോലിയുടെ പ്രഷർ, ഫണ്ടിങ് ഇല്ലാത്തതിൻ്റെ പ്രഷർ, അതുപോലെ തന്നെ റിസർച്ചിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള പ്രഷറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റുകൾ കംപ്ലൈൻ്റ് ആവുന്ന അത്തരത്തിലുള്ള പ്രഷറുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈവൻ നല്ലൊരു ഇപ്പോൾ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതിൽ എന്ന് പറയുക നല്ലൊരു നമ്മുടെ ലാപ്ടോപ്പൊക്കെ പണി മുടക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ പണി മുടക്കുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ രണ്ടറ്റവും ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ സ്ട്രെസ് എടുക്കാൻ നമ്മൾ തയ്യാറാണോ? അത് കഴിഞ്ഞ് ചിലപ്പോൾ ചിലവർക്കൊരു ഗ്യാപ്പ് വരാം PhD കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. ലൈക്ക് അത്രയ്ക്ക് സ്ട്രെസ്സാണ്, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ അറിയില്ല പണിക്ക് പോവാണ്. ബാക്കി എന്താ പറയുക, ചെറിയ ജോലി ചെയ്യുന്നവരൊക്കെ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇതുവരെ വെറുതെ ആയി, ഞാനിങ്ങനെ ഒരു കരിയർ പെർസ്യൂ ചെയ്യണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റിൽ വരുന്നവരാണ് 70% ആൾക്കാരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് PhD വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട, വേറെ വല്ല പണിക്ക് പോകാം എന്നുള്ളൊരു സ്റ്റേജിൽ നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി കാണണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കൽ. നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത് PhD കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യായിരുന്നു. അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റുകൾ, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻ്റ് പോലത്തെ, അതാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ജോലി ഇപ്പോൾ അങ്ങനത്തെ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല യൂണിവേഴ്സിറ്റികളിലും ചെറിയ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ സ്വയവും അല്ലെങ്കിൽ ആ പോസ്റ്റോ നമ്മളെ അണ്ടർ വാല്യൂ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. എന്താ പറയുക, ഞാനൊരു റിസർച്ചിന് വേണ്ടിയിട്ട് വന്ന് ഇത്ര നാൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഹൈടെക് റിസർച്ചാണ് ഞാൻ ചെയ്തിരുന്നത് എന്ന് സ്വയം എനിക്കൊരു വിശ്വാസം തോന്നും. ഞാൻ ചെയ്യുന്നത് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് അത് കുറേയൊക്കെ എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകളും നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ ഉള്ളിൽ കയറിക്കൂടുന്നതാണ്. ഞാൻ ചെയ്യുന്ന റിസർച്ച് എന്തോ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്ത റിസർച്ച് ആയാലും നിങ്ങളിപ്പോൾ PhD ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരായാലും ഒരു വർഷം പബ്ലിഷ് ആവുന്ന മില്യൺസ് ഓഫ് റിസർച്ച് ആർട്ടിക്കിളിൽ ഒരെണ്ണമാണ് നമ്മളുടെ റിസർച്ച്. അത് വായിക്കാൻ പോകുന്നവരുടെ എണ്ണം ചിലപ്പോൾ ഒരു 100 200 ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പാക്റ്റുള്ളൊരു ചാനലൊക്കെ ആണെങ്കിൽ ഒരു 10,000 പേരൊക്കെ ആയിരിക്കും വായിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും വലിയ റിസർച്ചുകളും അത്രയും പബ്ലിഷേഴ്സൊക്കെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് ഇത്ര നമ്മളെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കുന്നൊരു സിറ്റുവേഷനിലൊന്നായിരിക്കും നമ്മളൊരു PhD ചെയ്യുമ്പോൾ. നമ്മളുടെ PhD ചെയ്യുമ്പോൾ നമ്മളുടെ റിസർച്ച് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മളുടെ റിസർച്ചിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാനും, ഓക്കെ ഈ മേഖല ഇങ്ങനെയാണ്, ഈ മേഖലയുടെ പ്രശ്നങ്ങൾ എന്നെക്കാളും ഈസി ആയിട്ട് ചിലപ്പോൾ പുറത്തുള്ളവ ഈ മേഖലയിൽ പരിചയമില്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് ഇപ്പോൾ എൻ്റെ റിസർച്ചിലൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫണ്ടമെൻ്റൽ ഫിസിക്സ് ആയിരുന്നു റിസർച്ച്. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തിയറിയാണ് ഞാൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ മേഖലയിൽ. അത് എന്താ പറയുക, വാസ്റ്റായിട്ടുള്ളൊരു സയൻറ്റിഫിക് ടോപ്പിക്കുകളിൽ നോക്കിക്കഴിയുമ്പോൾ എൻ്റെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള
ആ മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു റിസർച്ചാണ്. അല്ലാതെ ഇപ്പോൾ എൻ്റെ റിസർച്ച് നാളെ ഒരു നോബൽ പ്രൈസ് വിൻ ചെയ്യാൻ പോകുന്ന ഒരു റിസർച്ച് അല്ല. എൻ്റെ നോബൽ പ്രൈസ് എൻ്റെ റിസർച്ച് നാളെ ഒരു ഞാൻ ആ സെയിം റിസർച്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ ഒരു റിസർച്ച് ആപ്ലിക്കേഷൻ ഒരു റിസർച്ച് ഗ്രാൻഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ്സാവില്ല. അത് എനിക്ക് അനുഭവമുണ്ട്. അതൊരു നല്ല റിസർച്ച് പബ്ലിക്കേഷനാണ്. ദാറ്റ് ഏൺസ് മീ മൈ PhD. അത്രയേ ഉള്ളൂ. ശരിക്കും റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 വർഷം കൊണ്ട് ഒരു PhD ഏൺ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആവുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ടോപ്പിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നല്ല. ഇപ്പം PhD ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക, നമ്മളൊരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു അക്കാഡമിക് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ്. അതാണ് PhD എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ PhD ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെസ് നമ്മളുടെ കുറയും. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്കിത് ഓക്കെ അല്ല, ഞാനിത് വർക്കൗട്ട് ആവണില്ല എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ ഓക്കെ, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ക്യാരി ഓൺ വിത്ത് ദിസ്, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, ഞാനിത് ഡ്രോപ്പ് ചെയ്യാണ്, അതും ഓക്കെയാണ്. അല്ലാതെ നമ്മളെ ആരും പിടിച്ചു നിർത്തുന്നില്ല ഒരു കാര്യത്തിലും. അതിപ്പോൾ PhD എന്നുള്ളൊരു കേസിലല്ല, എന്ത് മേഖലയായാലും. എന്താ പറയുക, നമ്മൾ ജനിച്ചത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കിടന്ന് പട്ടിയെ പോലെ പണിയെടുക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട് ഫോർ യു, ജസ്റ്റ് ലീവ് ആൻഡ് സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ സംതിങ് എൽസ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ യു. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിവേ, അപ്പോൾ PhDക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. PhDയിൽ ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഒരു 30% പേരും ഡ്രോപ്പ് ഔട്ട്സ് ആണ്. അതുപോലെ തന്നെ ഒരു 60-65% ആൾക്കാരും മെൻ്റൽ പ്രഷർ, ലൈക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ PhD ചെയ്യാൻ പോകുന്നു എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2025 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നായാലും എൻ്റെ ഫാമിലിയിലൊക്കെ ആയാലും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വൈറ്റ് കോളർ ജോബ് മതി, ഹൈടെക് ജോലികൾ മാത്രം മതി, ആർക്കും ചെറിയ ജോലികളൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എപ്പോഴും നമ്മളുടെ ജനറേഷനെ പറ്റിയിട്ടും വരാനിരിക്കുന്ന ജനറേഷനെ പറ്റിയിട്ടും അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതായത് അന്ന് ജോലിക്ക് കയറിയ ജോലി നോക്കുന്ന ആൾക്കാർക്കൊക്കെ. അപ്പോൾ അന്ന് മുതൽ നമുക്ക് ഈ വൈറ്റ് കോളർ ജോബിനോടൊരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഹൈടെക് പ്രൊഫൈലുള്ള ഒരു ജോലിയിലെത്താം, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഫാഷനബിളായിട്ട് ഉള്ള ജോലികൾ, സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കളക്ടർ ആവാം, പിന്നെ അത്തരത്തിലുള്ള ജോലികളിലൊക്കെ എത്തിപ്പെടാനായിരുന്നു അന്ന് ആഗ്രഹം. അത് വൈറ്റ് കോളർ ജോബിനെ ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമ്മളിൽ ജനറേറ്റ് ആയത്. എനിവേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മളുടെ വഴികളെയൊക്കെ വഴിതിരിച്ച് വിട്ടതും. നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ സയൻറ്റിസ്റ്റായി. ഇത് കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത്ര വലിയ സ്ട്രെസ്സൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ എത്താൻ എന്നുള്ളതും. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ PhD സമയത്ത് അല്ലെങ്കിൽ ഞാൻ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ലാബിലൊക്കെ പുലർച്ചെ 1 മണി വരെയൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻജോയ് ചെയ്യേണ്ട കുറേ സമയം വേസ്റ്റ് ചെയ്ത പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് ഞാൻ 9 to 5 PhDയിലെ കോഴ്സ് ഓഫ് ടൈമിൽ അത് ചെയ്യുക, അത് കഴിഞ്ഞ് ലാബിൽ നിന്ന് പുറത്തിറങ്ങുക, ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുക, വീണ്ടും നാളെ രാവിലെ പോവുക. അതല്ലാതെ ഈ ഒരു വർക്ക് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എന്താ പറയുക 24/7 വർക്ക് ചെയ്ത് ഞാൻ ലാബിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 9 to 5 വർക്ക് ചെയ്യുന്ന ഒരു ലാബിലാണ് നിങ്ങൾ എത്തേണ്ടത്. 9 to 5 മേലെ വർക്ക് ചെയ്യാൻ പ്രഷർ ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അത്രയേ ഉള്ളൂ PhD. ലൈക്ക് അതിന് മുകളിൽ നിങ്ങൾക്ക് ഒന്നും അത് സമ്പാദിച്ചിരുന്നില്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്രൂപ്പിലാണ്. ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്തത് ഒരു ഭയങ്കര സൂപ്പർ ഒരു വേൾഡ് ക്ലാസ് റിസർച്ച് ടീമിലാണ്. ഓക്സ്ഫോർഡിലത്തെ പ്രൊഫസർ, അയാളൊക്കെ എക്സ്ട്രീംലി നൈസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ വാറക്കിലൊരു പ്രൊഫസർ, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ തൻ്റെ സൂപ്പർവൈസർ, ഇവരൊക്കെ ഭയങ്കര നല്ലതായിരുന്നു.
പക്ഷെ എന്നിരുന്ന ആ സമയത്ത് തന്നെ എനിക്ക് വന്നിരിക്കുന്നത് എൻ്റെ സ്വയം കൊടുക്കുന്ന ഞാൻ പ്രഷറുകളുണ്ട്. അതായത് PhD ക്ക് മുന്നേ എനിക്ക് 2 പബ്ലിക്കേഷനെങ്കിലും വേണം, എൻ്റെ തീസിസിൻ്റെ പ്രഷറുണ്ട്, എനിക്ക് ഇന്ന ഫെസിലിറ്റികളൊക്കെ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പ്രഷറിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു ജോലിക്ക്, ഇപ്പോൾ നമ്മൾ പറയുന്ന ഹൈ പ്രൊഫൈൽ ജോലികൾ, ഇപ്പോൾ ഒരു R&Dയിലൊക്കെ സയൻറ്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ കാരണം മിനിമം ക്വാളിഫിക്കേഷൻ PhD ആണ്. അപ്പോൾ അതുകൊണ്ട് PhD വർത്ത് ഡൂയിങ് ഇറ്റ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 2023-നും 2025-നും ഇടയിലുള്ള സമയത്ത് ഇൻഡസ്ട്രികളിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി ഭയങ്കരമായിട്ട് കുറച്ചു. സയൻറ്റിസ്റ്റ് പോസ്റ്റുകളായാലും എഞ്ചിനീയറിംഗ് പോസ്റ്റുകളായാലും നമുക്ക് ആ ട്രെൻഡ് കൃത്യമായിട്ട് കാണാം. ഏകദേശം ഒരു 70 ലക്ഷം പെർ ഇയർ പാക്കേജൊക്കെ കിട്ടേണ്ട സാലറി ഇപ്പോൾ ഒരു 35,000 40,000 ഒക്കെയാണ് കൊടുക്കുന്നത്. ഐ മീൻ 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഒരു 70-80 ഇപ്പോൾ US കമ്പനികളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഒരു സ്റ്റാർട്ടിങ് സാലറി ഇപ്പോൾ സയൻറ്റിസ്റ്റ് പോസ്റ്റുകളിൽ US-ലുള്ള ഇൻഡസ്ട്രി പോസ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ 100,000 to 150,000 ആണ് സാലറിയൊക്കെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഉണ്ടാവുക. അത് ശരിക്കും എന്താ പറയുക, US ആണ് ഹൈടെക് ഇൻഡസ്ട്രികളിൽ ഏറ്റവും നല്ല ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഇനി UK വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ ഭയങ്കരമായിട്ടും സാലറിയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയേക്കാളും കൂടുതൽ സാലറി നമുക്ക് അക്കാഡമിയിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു പോസ്റ്റ് ഡോക്കായിട്ട് ചെയ്യുന്നവരെക്കാളും കുറവ് സാലറിയാണ് ഇൻഡസ്ട്രിയിൽ, പല ഇൻഡസ്ട്രികളിലും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കേംബ്രിഡ്ജിൽ നിന്ന് PhD കഴിഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഇൻഡസ്ട്രികളിൽ പലയിടത്തും ജോലിക്ക് പോയിട്ട് അവൾക്ക് സക്സസ്ഫുള്ളി അവൾക്ക് ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടി. അപ്പം ഞാനൊക്കെ PhD തുടങ്ങി, ഞങ്ങൾ ഒരുമിച്ച് PhD തുടങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ വിശ്വാസം ഇൻഡസ്ട്രിയാണ് ബെറ്റർ പേയ്മെൻ്റ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അവൾക്കൊരു 2-3 സ്ഥലത്ത് ജോലിക്ക് കിട്ടിയതിന് ശേഷം അവളത് ഡിക്ലൈൻ ചെയ്തു. കാരണം അവളുടെ പോസ്റ്റ് ഡോക്ക്, അവളിപ്പോൾ കേംബ്രിഡ്ജിൽ പോസ്റ്റ് ഡോക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ. അവളുടെ പോസ്റ്റ് ഡോക്കിന് ഈ ഇൻഡസ്ട്രിയേക്കാളും കൂടുതൽ സാലറി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഇത് വിട്ട് മൂവ് ചെയ്യേണ്ട കാര്യം അവൾക്ക് തോന്നണില്ല. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡൗൺ സൈഡ് ഓഫ് ദാറ്റ് ആണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ഒരു കുറച്ചും കൂടെ നമുക്ക് ഒരു നല്ല റിസർച്ച് ചെയ്യാനും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെ UK ആണെങ്കിൽ നല്ല കമ്പനികളൊക്കെ ആയിരിക്കും, നല്ല നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാവും, നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും. US അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം എനിക്ക് തോന്നണില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു അക്കാഡമിയിലേക്ക് പോകുകയാണെങ്കിൽ പ്രൊഫസറൊക്കെ ആണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ PhD ആയിട്ടുണ്ട്. നാട്ടിലും എനിക്ക് തോന്നുന്ന PhD ആണ് ഇപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ PhD ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ. ഇതിന് PhDക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മറ്റ് വീഡിയോസൊക്കെ കാണാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ 1-to-1 കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. റിസർച്ച് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങളെങ്ങനെ നല്ലൊരു ആപ്ലിക്കേഷൻ ഫോമുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു 1-to-1 കൺസൾട്ടൻസി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇമെയിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി ഇൻ ടച്ച്.